ഇനി നമുക്കൊരു മീനച്ചാറിൻ്റെ റെസിപ്പി ആയാലോ. അപ്പം നമുക്കിത് വളരെ ഫ്രഷ് ആയിട്ട് കുറച്ച് കേര മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മളിന്ന് അച്ചാർ റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ വരൂ വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മൾ കഴുകി വൃത്തിയാക്കിയ 1 കിലോ മീനാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ മസാലകൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മുളക് പൊടിയും ഉപ്പും എല്ലാം മീനിൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കണം. അപ്പോൾ നമ്മൾ മീനകത്തൊക്കെ മസാല ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് അച്ചാറിടാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, കടുക്, ഉലുവ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക്, ഉലുവപ്പൊടി, വിനാഗിരി, കായം, പിന്നെ കുറച്ച് ഫ്രഷ് കരിയാപ്പില. നമ്മുടെ മീനൊക്കെ ഇവിടെ മസാല ഇട്ട് വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓയിലൊക്കെ ഇത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മസാല ഇട്ട് വെച്ചേക്കുന്ന നമ്മുടെ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ഇവിടെ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓരോ മീനുകളായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. സാധാരണ മീൻ ഫ്രൈ ചെയ്യുന്നതിൽ നിന്നും അച്ചാറിനൊക്കെ ഇടുമ്പോഴത്തേക്ക് നന്നായിട്ട് കുറച്ചും കൂടി ഫ്രൈ ആവണം. അപ്പം നമ്മളിത് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് എല്ലാ ഭാഗവും നമുക്ക് ഒരുപോലെ മൂത്ത് കിട്ടും. അപ്പം നമ്മുടെ മീനൊക്കെ ഇതേ നന്നായിട്ട് ഇവിടെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇവിടെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറിടാൻ തുടങ്ങാം. അച്ചാറിടാൻ നമ്മളൊരു ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. ഇതൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളിവിടെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിക്കിട്ടണം. ഇനി നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പം നമ്മുടെ വിനാഗിരി മസാലയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മീനും കൂടി ഇട്ട് കൊടുക്കാം.
നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം. ഓൾറെഡി നമ്മുടെ മീൻ മസാലയൊക്കെ വെന്തതായതുകൊണ്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സായി കിട്ടിയാൽ തന്നെ നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയാവും. അതെ, നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര ആയപ്പോഴത്തേക്ക് നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മീനച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.